എ പി ഉസ്താദിൻ്റെ ആത്മകഥയാൽ നീറിപ്പുകയുന്ന പാഷയുടെ വാക്കുവിലാസങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഒന്ന് ആദ്യം കേൾക്കുക. കേസിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഞാൻ പ്രതിയാക്കിയത് ശരിയാണ്. ആ ശരിയിൽ നിന്ന് സാറിഞ്ഞ് പുറകോട്ട് പോകുമോ ഒന്ന് പറഞ്ഞാട്ടെ. അതിന് ഏത് മോനായാലും ഞാൻ പ്രതിയാക്കും. ഓഹോ, സാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എന്താ അത്രമാത്രം ശക്തമായ തെളിവുകൾ സാറിന് കിട്ടിയിട്ടുണ്ടോ? എങ്കിലതൊന്ന് കേൾക്കട്ടെ സാറേ. അത് യഥാർത്ഥത്തിൽ തെളിവല്ല, കാരണം ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവൊന്നും അല്ലാതെ ഇത് ആരോപണമാണ്. ഒരു ആരോപണത്തിനൊക്കെ ഇത്രമാത്രം ഞാൻ പുറകോട്ട് പോകില്ല എന്നൊക്കെ വാശി പിടിക്കുന്നത് സാറേ ഒരു ന്യായമല്ലല്ലോ. ഈ വിറ്റ്നസിനെ ക്രോസ് എക്സാമിൻ ചെയ്ത് അത് എന്തെങ്കിലും കഴിഞ്ഞ് മാത്രമേ വിശ്വാസ്യതയുള്ള തെളിവായിട്ട് മാറുള്ളത്, ഇല്ലാതെ തെളിവാകത്തില്ല. വെറും ആരോപണങ്ങൾ മാത്രം. അത് ശരി, അപ്പൊ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നിട്ടാണ് ഇത്ര ശക്തമായ ഒരു പ്രതിയാക്കി മാറ്റിയത്. നിങ്ങളുടെ വൈഭവം വളരെ ഉഷാറ് തന്നെയാണല്ലോ. ഒരു ഗൂഢാലോചനയും നിങ്ങളെ പക്കത്തൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അതേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് കാന്തപുരം മുസ്ലിയാരുടെ പേര് ഗൂഢാലോചന നടത്തിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ആ ഗൂഢാലോചന കൊണ്ട് എന്ത് കിട്ടുമെന്ന് സാറിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? വലിയ കമാലും കമാലിയത്തും ഒക്കെ താങ്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ആരുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്താനാ? എന്നെ ഇനി ഗൂഢാലോചന നടത്തി എനിക്ക് ഇവരെ എന്തെങ്കിലും എടുത്ത് തരുമോ? എന്നെ അങ്ങ് ഇന്ത്യൻ പ്രസിഡന്റൊന്നും ആക്കത്തില്ലല്ലോ ഇവരാരും. ഇത്ര കൊച്ചൊരാൾ അത്ര വലിയ സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ സാധാരണ. തങ്ങൾക്ക് കൊക്കിൽ കൊള്ളുന്നത് മാത്രം ആഗ്രഹിച്ചാൽ മതിയായിരുന്നു. ഏതായാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമോ? നിങ്ങൾ പ്രൊമോഷന് വേണ്ടി ഓടി, ആ പ്രൊമോഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വിക്കീസ് ഇല്ലേ, അത് തന്നെ. ഞാൻ ഇത് അത് മാത്രമല്ല, ഞാൻ ഇന്നും മുസ്ലിം ലീഗിൻ്റെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിക്കാൻ തയ്യാറുമല്ല. ഈ കാന്തപുരം മുസ്ലിയാർ എന്ന് പറയുന്ന ആളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ലീഗിൻ്റെ വക്കൽ നിന്ന് നിങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പരാതിയില്ല, പക്ഷെ അവധിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ അവധിയാകുമ്പോൾ വാങ്ങിക്കോളൂ. പക്ഷെ കാന്തപുരം നിങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വലിയ മഹാനാണ്. എനിക്ക് ഐ ഡു നോട്ട് കെയർ ഹിം. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഈ ട്രൈബൽസിൻ്റെ എതിരെ പോകേണ്ട കാര്യം എനിക്കില്ല. ഇത് ഞാൻ മറുപടിയും പറയത്തില്ലായിരുന്നു. താങ്കൾ ഇങ്ങനെ സുഖമായി പ്രതിയാക്കുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ അതൊക്കെ അയലത്ത് കിടക്കുന്ന പാമ്പിനെ അരയിൽ കെട്ടിയെന്ന് പറഞ്ഞ പോലെയുള്ള പ്രശ്നമായിട്ടുണ്ടുള്ളത്. ഇങ്ങനെ കാന്തപുരത്തിന് തൊട്ടുകൾക്കൊക്കെ പൊള്ളിയിട്ടുണ്ട് സാറേ. ഞാൻ പ്രസംഗിച്ചെന്നാ പറയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് വേദികളിൽ പ്രസംഗിച്ചെന്ന്. അതായത് ഇയാൾ ഇസ്ലാമിൻ്റെ, ചേകന്നൂർ മൗലവി ഇസ്ലാമിൻ്റെ വിരോധിയാണെന്നും അയാളെ കൊല്ലുന്നവർ ഷഹീദാകും എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായിട്ട് മാറുമെന്നും. താങ്കളിപ്പോൾ ഇതൊക്കെ പറയുന്നത് അവതാരകൻ്റെ റോളിലാണോ അല്ല ഉദ്ധാരകൻ്റെ റോളിലാണോ? രണ്ടാണെങ്കിലും നിങ്ങളൊരു ജഡ്ജിയായിരുന്ന ആളാണെന്ന ബോധത്തോടു കൂടെയാണ് ആ കേസ് തുമ്പില്ലാതായി തള്ളിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ചരമക്കുറിപ്പ് പറയുന്നത്. വിവരദോഷത്തിന് ആൾരൂപം വെച്ചാൽ ഈ പാശയാകുമോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതിലവരെ കുറ്റം പറയാൻ പറ്റുമോ? പിന്നെ ഷഹീദ്, നിങ്ങൾക്കനുസരിച്ച് ഷട്ടം കെട്ടി വന്ന സാക്ഷികൾ കാന്തപുരത്തിനെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം പറയുമ്പോൾ ആ പോസ്റ്റിലിരുന്ന നിങ്ങൾ, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പിൻകാലത്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ കാസറ്റും രേഖകളൊക്കെ ഒന്ന് ഹാജരാക്കിയ നന്നായിരുന്നല്ലോ. അതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ വിടുവായത്വം പറയുന്നത് പോലെ ഇങ്ങനെ മുമ്പത്തെ ഹൈക്കോടതി ജഡ്ജി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കും നീതിപീഠത്തിനും അത് വളരെയധികം അപഹാസ്യമാണെന്ന് സാറെങ്കിലും മനസ്സിലാക്കണം. ജീപ്പ്, അൺഡേഷഡ് ജീപ്പ് പുതിയത് വാങ്ങിയത് ഈ അബൂബക്കർ മുസ്ലിയാരുടെ മകൻ്റെ ഫാദറില ആണെന്ന്. അദ്ദേഹം ഇത് ഈ പ്രതിയായിരുന്നു ആ കേസിൽ ആണെന്നാണ് പറയുന്നത്. ആ ജീപ്പാണ് ഇതിന് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പറയപ്പെടുന്നതിന് അനുസരിച്ച് കേസെടുക്കുകയും അതിന് വിധി പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് താങ്കളെങ്കിൽ താങ്കൾ വിധിച്ച വിധികളൊക്കെ ബുദ്ധിജീവികളൊന്ന് വിലയിരുത്തലും അത് പുനഃപരിശോധിക്കലും ആവശ്യമായി വരുമല്ലോ സാറേ. അങ്ങോട്ടൊന്നും ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ആർക്കും അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുമില്ല, ഒരു ബന്ധവുമില്ല, അവിടെ അങ്ങേര് വന്നിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അടുപ്പം വളരെ കുറവായിരുന്നു. താങ്കൾ മാളത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങോട്ട് വന്നിട്ടില്ല, വരലില്ല, ആരും അറിയില്ല എന്നൊക്കെ താങ്കൾ പറഞ്ഞാലോ? താങ്കളെ കുറിച്ച് ഇപ്പോൾ ലോകം ആകെ വാഴ്ത്തപ്പെടുന്നുണ്ട് എന്നാ തോന്നൽ. എന്നാൽ താൻ സ്വന്തം സ്ഥാനം എത്ര ഉണ്ട് എന്ന് വലിയ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടൊന്ന് അളവെടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. വലിപ്പമുണ്ടോ ചെറുപ്പാണോ എന്നറിയാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനെന്നൊരു ഈ മൊഴി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് കുഴപ്പമാണ് കാണിക്കുന്നത്? ഇത് ഏത് പ്രതിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ A1 എന്ന് എനിക്ക്, അല്ലെ A2 ആരാന്ന് എനിക്ക് എഴുതിയാൽ പോരെ? നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആരാന്ന് എന്ന് പറഞ്ഞ് ഞാൻ പ്രോസിക്യൂട്ടർ അടുത്ത്
സ്പെഷ്യൽ PP ആണ്. എനിക്ക് ദേഷ്യപ്പെട്ടു, ഞാൻ പറഞ്ഞു. സാക്ഷികൾ ഇങ്ങനെ ആദ്യം വന്നുകൊണ്ട് ആരോപണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വെളിവുണ്ടായിരുന്നു. പിന്നെ അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ എന്തോ അപാകത സംഭവിച്ച് പിറ്റേന്ന് വെളിവ് നഷ്ടപ്പെട്ടു. ഗൂഢാലോചനയിൽ പങ്കുചേർന്നു. പല ഓഫറും വന്നു. അവധി പറഞ്ഞ പലതും നിങ്ങൾക്ക് കാത്തിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പിറ്റേ ദിവസം നിങ്ങൾ ഇതൊക്കെ മലക്കം മറിഞ്ഞ് പ്രതിയാക്കിയല്ലോ. ഓർക്കുക. എന്ത് എന്നെ മെനക്കെടുത്താനായിട്ട് ഇങ്ങനെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം? അതൊരു 10-20 പേജ് എഴുതി കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ ഇതങ്ങ് മടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കും പ്രതി, എന്നിട്ടാണോ എന്നെ മെനക്കെടുത്ത്. ആദ്യ ദിവസത്തെ നിങ്ങളുടെ വെളിപാട് വളരെ സ്വാഗതാർഹമാണ്. പിന്നീട് നിങ്ങൾക്കിങ്ങനെ ഒഴുക്കിങ്ങനെ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പ്രതിക്ക് തെളിവ് വേണ്ടല്ലോ, ആരോപണം മതിയല്ലോ. അതങ്ങോട്ട് പിടിച്ച് കശക്കി അദ്ദേഹം. ആദ്യത്തെ ആ ക്ഷോഭമൊക്കെ ഇല്ലാതായി. പിന്നെ തെളിവ് അദ്ദേഹത്തിന് മുമ്പിൽ നിരന്നു. ആദ്യ വിസ്താരത്തിൽ സാക്ഷികൾ എത്രാമത്തെ പ്രതിയാണെന്നാണ് സാറേ പറഞ്ഞത്? അത് പ്രതിയല്ല പുള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രതിയല്ലാത്ത ഒരാളെ കുറിച്ചാണോ ഇത് പറയുന്നത്? ഇത് പ്രതിയല്ലാത്ത ആളെ കുറിച്ചാണോ ഇത് പറയുന്നേ? ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ, ഇതെന്താ പ്രതിയാവാത്തത്? എന്താ പ്രതിയാക്കാഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. ഒന്ന് പ്രതിയാക്കി കിട്ടാത്തതിൽ സാറിന് ആദ്യത്തെ വിസ്താരത്തിൽ തന്നെ ഒരു മനസ്സാക്ഷി കുത്ത് വന്നു തോന്നുന്നുണ്ട്. ഇത് പ്രതിയല്ലെങ്കിൽ എന്താ പ്രതിയാക്കാത്തതെന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ പിന്നെ കിടന്നുറങ്ങി വന്നപ്പോൾ ശരിക്കുള്ള ഗൂഢാലോചന കണ്ട് ക്ലിയർ ആയപ്പോൾ പ്രതിയാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടായില്ല. ആദ്യം തെളിവൊന്നും കിട്ടിയില്ലാത്തതിൻ്റെ പേര് ക്ഷുഭിതനായ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ പിറ്റേ ദിവസം പ്രതിയാക്കിയാണ് ഉത്തരവിട്ടു. സാക്ഷികൾ ആഗ്രഹിച്ചതും സാറ് കൊതിച്ചതും ഒന്നുപോലെ നിലക്ക് അദ്ദേഹത്താണ്ട് ആക്കി. ഇദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല. അലിഗേഷനകത്ത് ഈ അലിഗേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രതിയാവേണ്ട ആളാണ്. ഞാൻ അങ്ങേരെ പ്രതി ചേർത്തിട്ട് ഓർഡർ ഇട്ടു. ആരോപണങ്ങളൊക്കെ കേട്ടപ്പോയേക്കും പ്രതി ആകേണ്ട ആളായിരുന്നല്ലോ, അദ്ദേഹം പ്രതിപ്പട്ടികയിൽ വന്നില്ല എന്നതിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നിയല്ലേ? ആ ദുഃഖം തീർക്കാൻ വേണ്ടി അദ്ദേഹം പിറ്റേ ദിവസം തന്നെ കിടന്നുറങ്ങി വെളിപാട് പുതുക്കി അദ്ദേഹം ഉത്തരവിട്ടു. ഇത് തന്നെയാണ് ഗൂഢാലോചന. നിങ്ങളുടെ രാത്രിയിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന് താങ്ങ് പുറത്തുകൂടി വന്നിട്ടുമുണ്ട്. അത് ലോകർക്ക് എല്ലാവർക്കും അറിയാം. പിറ്റേ ദിവസം കാന്തപുരം എന്ന് പറയുന്നാൽ ഇത്രയും വലിയ ആളാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ. എനിക്കൊരു പിടുത്തമില്ല. അത് കാരണം ഞാനിതൊന്നും നോക്കാറില്ല. പിന്നെ ഇത് വലിയ ആളാണെന്ന് അറിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. താങ്കൾക്ക് വലിയ ആളുകൾ ആരാണ്? വലിയവരെയും ചെറിയവരെയും തിരിച്ചറിയാനുള്ള വിവേകമില്ല. ജഡ്ജി ആയതുകൊണ്ടോ വക്കീൽ പാസ്സായതുകൊണ്ടൊന്നും അത് നേടൂല. അതിനാണ് മനുഷ്യനിക്ക് വിവേകത്തോടുള്ള തിരിച്ചറിവ് വേണമെന്ന് പറഞ്ഞത്. പലർക്കും ഇല്ലാതായതും താങ്കൾക്ക് നഷ്ടപ്പെട്ടതും അതാണ്. വലിയവരെ വലിയവരായി കാണാൻ അവരെ എങ്ങനെ വലിയവരായതെന്ന് പഠിക്കണം. അല്ലാതെ മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ ഒളിയമ്പ് ചെയ്തത് കൊണ്ടൊന്നും നേടാൻ കഴിയില്ല. അതിനകത്ത് എന്നെ പ്രതി ചേർത്തേക്കുന്ന കേസിനകത്ത് ഞാൻ ഈ ട്രസ്റ്റിൻ്റെ അംഗമാണെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് കേസ് മാറിപ്പോണം, അതാണ് ആവശ്യം. അപ്പം ഞാൻ മനസ്സറിഞ്ഞ കാര്യമല്ല. ഈ കമാലിയ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം എനിക്കറിയത്തില്ല. എൻ്റെ മുമ്പിൽ നിന്ന് കേസ് മാറ്റുന്ന പ്രശ്നമില്ല, ഞാൻ മാറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ മാറ്റാൻ മൂവ് ചെയ്തു. പലർക്കെതിരെയും പല വിധികളും കൊലക്കുറ്റം വരെ വിധിക്കുന്ന താങ്കൾക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ ക്ഷുഭിതനായല്ലേ? ആരും നിയമത്തിന് അതീതനല്ല. നിങ്ങൾ വലിയ ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ എല്ലാവരും കേസും കൂട്ടമായിട്ട് വരും. എനിക്ക് കുഴപ്പമില്ല. ശരിയാണ്, ആരോപണങ്ങളേ ഉള്ളൂ, എവിഡൻസ് ഇല്ല. കഴിഞ്ഞ മിനിറ്റിൽ താങ്കൾക്കുണ്ടായിരുന്ന ക്ഷൗരം നഷ്ടപ്പെട്ടോ? അദ്ദേഹം മാറ്റില്ല, സ്ട്രോങ് ആയി നിന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമായപ്പോൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. അപ്പോൾ കളിക്കുന്നവരോട് കളിച്ചാൽ കളിയുടെ ഫലമറിയും. അതാണ് തിരിച്ചറിയേണ്ടത് നിങ്ങൾ. എനിക്കത് പ്രശ്നമായി. കാരണം എനിക്കെതിരെ ഒരു സ്ട്രിക്ചറായിട്ടത് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്രോസ്പെക്ട്സിനെയൊക്കെ ബാധിക്കും. കാരണം ഞാൻ അന്ന് ഇപ്പോൾ സെലക്ഷൻ ഗ്രേഡ് ആയിട്ടില്ല, സൂപ്പർ ടൈം ആയിട്ടില്ല, പിന്നെ ഹൈക്കോടതി ജഡ്ജി, ഈ 3 പദവികളുള്ള വരേണ്ടതാണ്. അപ്പോൾ ഇത് എനിക്ക് ഇത്രയും ചെറുപ്പത്തിൽ ഈ സർവീസ് കയറി എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ അത് സുപ്രീം കോടതിയിൽ പോയി ഇത് എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തു. ഈ ഗുലുമാല് മുഴുവനും സാറല്ല ഉണ്ടാക്കിയത്. നിരപരാധിയായ കാന്തപുരത്തെ പ്രതിയാക്കി. അത് സംബന്ധമായി താങ്കൾക്കെതിരെ കുറേ കേസുകൾ വന്നു. അവസാനം താങ്കളുടെ പ്രൊമോഷനെ ബാധിക്കുമെന്നുള്ള ഭയം കൊണ്ട് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. അപ്പോൾ എന്താണ്, കാന്തപുരത്തെ ഒന്ന് ചൊറിഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേനും നിങ്ങൾക്ക് നീറിത്തുടങ്ങി. ഇത് തന്നെയാണ്, കാന്തപുരത്തെ തൊട്ടവരൊന്നും വെറുതെ ആയിട്ടില്ല. അവർ നീറിപ്പോഞ്ഞേ ഈ ലോകം വിടൂ. ആദ്യം ഒരു സിവിൽ കേസായി, പിന്നെ അടുത്തത് അത് ഇദ്ദേഹം എനിക്ക് മണത്ത് ഇത് ഏതാണ്ടെല്ലാം കൂടെ ഒരുമാതിരി ചേർന്ന് വരുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ എനിക്കിത് ശല്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത്
എക്സ്പ്ലനേഷൻ ചോദിച്ചു. കാന്തപുരം പോകുന്ന വഴിക്ക് വിട്ട് അദ്ദേഹത്തിനെ ചൊറിയാതെ ഇരുന്നിരുന്നെങ്കിൽ ഈ ദുരിതങ്ങളൊന്നും ഈ സാറിന് ഉണ്ടാകുമായിരുന്നല്ലോ. ഈ കേസൊക്കെ വരാനെന്താ കാരണം? കാന്തപുരത്തിനെ ഒന്ന് തോണ്ടി നോക്കി, അപ്പോൾ പല ഭാഗത്തുനിന്നും കേസ് വന്നു. അതുകൊണ്ട് ശല്യമായി, ഇത് ഭാവിയെ ബാധിക്കും, അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കേസ് മാറ്റൂല എന്ന് വാശി പിടിച്ച വലിയ ആളുകളും എനിക്ക് സമമാണെന്ന് പറഞ്ഞ അദ്ദേഹം എന്തു ചെയ്തു? ഈ തൻ്റെ മുമ്പിൽ നിന്ന് ഈ കേസ് മാറ്റണമെന്ന് അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് വന്നു. അങ്ങനെ നാനാ തുറകളിൽ നിന്നും അദ്ദേഹത്തിന് പ്രതിസന്ധികളാണ്. എന്താ പ്രശ്നം ഉണ്ടായത്? വേണ്ടാത്ത ഒരു കാര്യം ചെയ്തു എന്നത് മാത്രമാണ്. അപ്പോൾ ഏതായാലും പാഠം അദ്ദേഹം പഠിച്ചു. പക്ഷേ ആ പഠിച്ചതിൻ്റെ ഗുണപാഠം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ ഒപ്പിട്ട മിനിറ്റ്സ് ഉണ്ടെന്നാണ് ഒരു ദിവസം ഞാൻ അവിടെ ഇവരുടെ മാളയിൽ മീറ്റിങ്ങിൽ പങ്കെടുത്തെന്ന് മിനിറ്റ്സ് എഴുതി വെച്ചേക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ആ ഡേറ്റ് ഞാൻ നോക്കി, ഈ ഡേറ്റ് ഇതെങ്ങനെ, ഞാൻ ഒരിക്കലും പോയ കാര്യമല്ല. പിന്നെ ഇതെന്താണ് നോക്കിയപ്പോൾ എന്താ അതിനകത്ത് ഇട്ടേക്കുന്ന ഒപ്പെന്ന് പറയുന്നത് വളരെ വികൃതമായ ഒരു ഒപ്പ്. എൻ്റെ ഒപ്പുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഇടുന്ന മാതിരി ഒരു ഒപ്പാണ്. കമാലിയ കോളേജിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ കൃത്രിമ ഒപ്പിട്ടു. കൃത്രിമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം അറിയപ്പെടുന്ന വലിയൊരു മനുഷ്യനല്ലേ ആൾ. അദ്ദേഹം അത് ലാഘവത്തോടെ കള്ള ഒപ്പാന്ന് പറഞ്ഞാണ്ട് ഒഴിഞ്ഞു മാറിയാൽ പറ്റില്ലല്ലോ, അത് തെളിയിക്കണമല്ലോ. ഹൈക്കോടതി ജഡ്ജിയുടെ പേരിൽ ഒരു കള്ള ഒപ്പ് ഇട്ടാൽ ഇവിടെ എന്തൊക്കെ തകിടം മറിയും, നിയമം തന്നെ ആകെ തകിടം മറിയില്ലേ. അപ്പോൾ അത് ലാഘബുദ്ധിയോടെ തള്ളാൻ പറ്റില്ല, അത് പരിഹരിക്കാൻ ശ്രമിക്കണം. പക്ഷേ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? കൃത്രിമം അവിടെ ഉണ്ട്, ഡേറ്റ് മാറ്റിയിട്ട് കണ്ട് നേരത്തെ സംബന്ധിച്ചതാണ് അത് തന്നെ. അപ്പോൾ എന്നെ ഇങ്ങനെ എനിക്ക് നാട് നീളെ കേസ് പറയാൻ എനിക്ക് സമയമുണ്ടോ? അപ്പോൾ ഇത് എക്സ്പെൻഡ് ചെയ്യാനായിട്ട് ഡൽഹി കൊടുക്കാൻ വേണ്ടി ഞാൻ ഫ്ലൈറ്റിൽ 2 തവണ ഡൽഹി പോയിട്ട് വരേണ്ടതായിട്ട് വന്നു. ഇനി അതിൻ്റെ ഫ്ലൈറ്റ് ചാർജും അതിൻ്റെ ചിലവുകളും എല്ലാം കൂടെ അതിനെൻ്റെ പൈസ ഇല്ലെന്ന്, ഞാൻ എൻ്റെ PF ലോൺ എടുത്താൽ ഞാൻ പോയേക്കുന്നത്. എനിക്കത് ആരെങ്കിലും തരുമോ? എനിക്ക് കാന്തപുരം കാശ് തരുമോ? ഇല്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ മഹാ കഷ്ടമാണ് തോന്നുന്നത്. കാന്തപുരത്തെ കുതിര കയറാൻ വേണ്ടി പ്രതിയാക്കി, അതിൻ്റെ പേരിൽ റിയാക്ഷനുകൾ വന്നു. ആ റിയാക്ഷനുകൾ നീക്കാൻ വേണ്ടി കാന്തപുരം ഡൽഹിക്ക് കയറാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കണം എന്നാണ് പറ്റി പറയേണ്ടത്. കാന്തപുരത്തിനെ കൊത്താൻ വന്ന ആൾക്ക് കാന്തപുരം രക്ഷപ്പെടുത്തി കൊടുക്കണം എന്ന്. ഇങ്ങനെ തന്നെയാണ് ഉണ്ടായാൽ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ കൊത്തിയാൽ അവരെ കൊണ്ട് തന്നെ ആ വിഷം ഇറക്കിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും ഈ പ്രായമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഏതായാലും പെൻഷനൊക്കെ പറ്റി വിശ്രമ ജീവിതത്തിലാണല്ലോ, അപ്പോൾ ഈ സമയത്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇല്ല, അപ്പോൾ ഇത് അത്രയും ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഇവിടെ കേസായി, വേറെയും കേസുകൾ കൊടുക്കാനുള്ള ഒരുക്കമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നാട് നീളെ നടന്ന് കേസ് നടത്താൻ എനിക്ക് പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ പിന്നെ ഹൈക്കോടതിയിൽ എഴുതി ഈ കേസിൻ്റെ മുമ്പിൽ നിന്ന് ഒന്ന് മാറ്റണം. തീ കത്തിച്ച പോലെ കളി ആളിപ്പടർന്നപ്പോൾ സ്വന്തം ശരീരത്തിലേക്കും സമ്പത്തിലേക്കും ഒക്കെ ഇങ്ങനെ ആളിപ്പടർന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി പഴയ പിടിവാശി കൊണ്ട് കാര്യമില്ല, ഞാൻ മാറ്റുകയാണ് കേസ്, എൻ്റെ മുമ്പിൽ നിന്ന് കേസ് മാറ്റണം. ഇത് മാറ്റില്ല, ഏറ്റവും വലിയ ആളാണെങ്കിലും എനിക്ക് അദ്ദേഹം പ്രശ്നമില്ല, എനിക്ക് ആരാ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനക്ക് ഇങ്ങനെയൊരു ഉൾവിളി വന്നു. കാരണം എന്താ, ശരീരവും സ്വത്തൊക്കെ ഒന്ന് പാളിപ്പോകുമെന്ന് വിചാരിച്ചത് കൊണ്ട് അതൊക്കെ തന്നെ സംഭവിക്കുക. എനിക്ക് ഈ കേസ് എൻ്റെ മുമ്പിൽ പ്രൊസീഡ് ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വരുത്തക്കൊണ്ട് എനിക്കെതിരെ അലിഗേഷനൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത് എൻ്റെ മുമ്പിലായാൽ എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഹൈക്കോടതി അങ്ങനെ അത് മാറ്റി, അടുത്ത കോടതിയിലേക്ക് മാറ്റി. ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിലുണ്ടായിരുന്ന ഈർഷ്യതയും ആ രൗദ്രഭാവമൊക്കെ മാറ്റേണ്ടി വന്നു. ഇത് തൊട്ട് കളിച്ച് മുന്നോട്ട് പോയാൽ എല്ലാം കാലിയാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ക്ഷമാപണം പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അതേ സ്വരത്തിൽ താൻ കീഴടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിൻ്റെ മുമ്പിൽ എഴുതി കൊടുത്തു, എന്നെ ഇതിൽ നിന്നൊന്ന് സലാമത്താക്കി തരണമെന്ന്. ഇതല്ലാതെ ഈ കാന്തപുരം ഇത് വല്ലതും ചെയ്തിട്ടുണ്ടെന്നോ ഇതുമായിട്ട് ബന്ധമുണ്ടെന്നോ ഉള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ.
ആദ്യം മുതൽ തന്നെ സാറിന് ഈ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ ഈ ഇടങ്ങേറുകളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. കാന്തപുരം ഇത് ചെയ്തെന്നോ ഇതിന് ബന്ധമുണ്ടെന്നോ എന്നും അറിയാതെ പെട്ടെന്ന് കുറേ സാക്ഷികൾ വന്നുകൊണ്ട് കാന്തപുരം എന്ന് പറഞ്ഞപ്പോഴേക്കും ആ 10-ാം പ്രതി ആക്കിയിട്ടാണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ തൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന്. അപ്പം ഇങ്ങനെ തോന്നിവാസം നടത്താനുള്ളൊരു മേഖലയായി നിങ്ങൾ നീതിപീഠത്തിനെ സ്വന്തം ഇഷ്ടത്തിനും അഭീഷ്ടത്തിനും വേണ്ടി കരുവാക്കിയതിൻ്റെ ദുരന്ത ചിത്രമാണ് നിങ്ങളുടെ ഈ നീക്കത്തിലും പ്രതിയാക്കളിലും കാണുന്നത്. എനിക്ക് വളരെ വിശ്വാസ്യത തോന്നിയതുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ വന്നേക്കുന്നത്. ആ ആരോപണങ്ങൾ വെച്ച് ഒരാളെ പ്രതിയാക്കാം, അത് എത്ര വലിയ ആളായാലും. അങ്ങനെ പറഞ്ഞാൽ സാക്ഷികൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയാവണം, അത് എത്രയേ ഉള്ളൂ കാര്യം. സാക്ഷികൾ കാന്തപുരത്തെ പ്രതിയാക്കാൻ വേണ്ടി വാദിച്ചപ്പോൾ അതിനെതിരെ ഈർഷ്യതയും എതിർപ്പും പ്രതിഷേധവും കാണിച്ച നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് സത്യസന്ധത പെട്ടെന്നൊരു ബോധപ്പെടുകയും അങ്ങനെ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് കോടതി തന്നെ ആ നിങ്ങൾ ചെയ്ത കാര്യങ്ങളും പ്രതിയാക്കലും ഒക്കെ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കോടതിയോട് വല്ല ബഹുമാനവും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ കോടതി വിധി അംഗീകരിച്ച് ഇത്തരത്തിലുള്ള വിഴുപ്പലക്കലുകൾ പിന്നീടും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജഡ്ജി സ്ഥാനത്തിലിരുന്ന നിങ്ങൾക്ക് ഭൂഷണമല്ല, നമ്മുടെ രാജ്യത്തിന് അത് മഹാ അപവാദങ്ങൾ ഉണ്ടാക്കി തീർക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് തൊടുന്നവരെയും മാന്തുന്നവരെയും കണ്ടറിഞ്ഞ് തോണ്ടുക. വലിയവർ തന്നെയാണ്, അവരുടെ വലിപ്പത്തെ അംഗീകരിച്ച് കൊടുക്കാൻ ചെറിയവർ തയ്യാറാവണം. നിങ്ങളുടെ കോഴി കൂവില്ലെങ്കിലും ഇവിടെ നേരം വെളുക്കും. അതുപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്തില്ലെങ്കിലും ഇവിടെ വലിയവന്മാരായി വിരാജിക്കും. അതിന് അള്ളാഹു ഉയർത്തിയ ആളുകളെ തകർക്കാൻ വേണ്ടി വന്നാൽ നിങ്ങളുടെ ഈ ഭൗതിക സിദ്ധാന്തങ്ങളോ നിങ്ങളുടെ പുതിയ ജനാധിപത്യ വ്യാഖ്യാനങ്ങളോ അതിന് കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ട് സ്വന്തം നന്നാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ആ പെൻഷനും പറ്റി ജീവിക്കുക എന്ന് മാത്രം പറയാനുള്ളൂ. നിങ്ങൾക്കൊക്കെ നന്മ വരട്ടെ എന്നാണ് നമുക്കൊക്കെയുള്ള പ്രാർത്ഥന.